ഹായ് ഫ്രണ്ട്സ്, അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് പുതിയ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുക, അതിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാന്നൊക്കെ ഓർത്താണ് വന്നിരിക്കുന്നത്. നമ്മൾ കുറേ ദിവസമായി ഇവിടെ ഇരുന്നൊരു വീഡിയോകളൊക്കെ ചെയ്തിട്ട് അതിന് കാരണമാണ് നമ്മുടെ ക്യാമറമാൻ നമ്മുടെ സന്ദീപ് ഭയ്യ ഇവിടെ ഇല്ലായിരുന്നു, ബംഗാൾ വരെ പോയേക്കുമായിരുന്നു അവൻ ഒരു ഇലക്ഷൻ സംബന്ധമായിട്ട്. അപ്പോൾ അവൻ തിരിച്ചു വന്നുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് മുമ്പേ ട്രയൽ ചെയ്ത് വെച്ചിരുന്ന ഒന്ന് രണ്ട് പ്രൊഡക്റ്റുകളുടെ വീഡിയോ ചെയ്യാമെന്ന് ഓർത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിനായിട്ട് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർവെസ്റ്റ് മോർ എന്ന് പറയുന്ന NBKയും അതേപോലെ നാഗാർജുനയുടെ അമിനോ പ്ലസ് എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡുമാണ്. ശരിക്കും അമിനോ പ്ലസ് പ്രോട്ടീൻ വരുന്ന ഒരു കോമ്പിനേഷനാണ്. നമ്മുടെ ഇസാബിയോണിനൊക്കെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സെഗ്മെന്റാണ് കോർട്ടിബോയുടെ ഫെർട്ടിലൈസർ. അത് ഇത്ര നാളും മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഇൻസെക്ടിസൈഡ്, ഫംഗിസൈഡിലായിരുന്നു. ഇപ്പോൾ പുതിയൊരു ഡിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫെർട്ടിലൈസറും ബയോളജിക്കൽസും ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതിൽ ആദ്യമായിട്ട് പുറത്ത് വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ആദ്യം തന്നെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി കോമ്പിനേഷൻ, നല്ല റിസൾട്ട് ഉള്ള ഒരു കോമ്പിനേഷൻ. അതിന്റെ പേര് ഹാർവെസ്റ്റ് മോർ എന്ന് പറഞ്ഞ പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു കോമ്പിനേഷനാണ്. ഇതിന്റെ ഒരു റേഷ്യോ നോക്കുമ്പോൾ 5% നൈട്രജൻ, 5% ഫോസ്ഫറസ്, 45% പൊട്ടാഷ്യം. നമ്മളെല്ലാവരും തന്നെ ഈൽഡിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നത് നൈട്രജൻ പ്ലസ് പൊട്ടാഷ് ആയിരിക്കും. അങ്ങനെയാണ് ഒരു കോമ്പിനേഷനാണ്. നമ്മൾ മൾട്ടിക്ക പോലുള്ള കോമ്പിനേഷൻ നല്ല രീതിയിൽ ഈൽഡിനെ ബൂസ്റ്റ് ചെയ്യുന്ന കോമ്പിനേഷനാണ്. അപ്പോൾ ശരിക്കും ഈൽഡ് നല്ലപോലെ ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്കൊരു റീപ്രൊഡക്ഷനെ കൂട്ടാനായിട്ട് നമ്മൾ കൂടുതലും കൊടുക്കുന്ന ന്യൂട്രിയൻസ് തന്നെ പൊട്ടാഷാണ്. ആ ഒരു പൊട്ടാഷ് നല്ല ഹൈ ആണ്. ഇതിൻ്റെ 45% വന്നിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ നൈട്രജൻ എന്തുകൊണ്ട് ഈൽഡിനെ ബൂസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് ചെടിയിലെ പ്രോട്ടീൻ സിന്തസിസ് കുറച്ച് നല്ല രീതിയിൽ ഉണ്ടായാലാണ് നമുക്ക് ആ ഒരു കാ പിടിക്കാനുള്ള ഒരു പുഷ് കിട്ടുക. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് പ്രോട്ടീനൊക്കെ നല്ലപോലെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് നൈട്രജൻ ഒരു ചെറിയ തോതിലുള്ള നൈട്രജൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിലൊക്കെ ഒന്ന് അതിൽ നിന്നൊക്കെ കാലാവസ്ഥ ഒന്ന് മാറി പതിയെ കായ് സെറ്റിലിങ്സിലോട്ട് വന്നിരിക്കുന്ന ചെടികൾക്ക് അതിൻ്റെ ആ അരുമ്പൊക്കെ ഒന്ന് സെറ്റ് ആകാനായിട്ട്, ബഡ് സെറ്റ് ആകാനായിട്ട് അല്പം ഫോസ്ഫറസിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ടാണ് കുറച്ച് ഫോസ്ഫറസും കൂടെ അവിടെ നൽകിയിരിക്കുന്നത്. അങ്ങനെ 5:5:45 എന്നുള്ള ഒരു റേഷ്യോയിൽ 100% വാട്ടർ സോല്യൂബിൾ എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 100% വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ പുറവശത്തോട് നോക്കുമ്പോൾ ചില ബ്രാൻഡുകളിലൊക്കെ നമുക്ക് കാണാം എല്ലാ മൂലകങ്ങളും ഇങ്ങനെ കോളത്തിൽ എഴുതി പിടിപ്പിച്ചേക്കുന്നതാണ്. നമുക്ക് ലാസ്റ്റ് ആർസനിക്, നിക്കൽ പോലുള്ള ഹെവി മെറ്റൽസ് വരെ ആ ഒരു ചാർട്ടിൽ എഴുതി എണ്ണം തയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത്രയും ന്യൂട്രിയൻസ് ഉണ്ടെന്ന് കാണിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഗിമ്മിക്സ് ഇതിന്റെ പുറകിലില്ല. ആപ്പാട് ഇതിന്റെ ന്യൂട്രിയൻസിന്റെ ഇത്രയേ ഉള്ളൂ. ന്യൂട്രിയൻസ് ചാർട്ട് ഇത് ഏതൊക്കെ ക്രോപ്പുകൾക്ക് കൊടുക്കാമെന്ന് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. അത് എത്ര കിലോ വരെ കൊടുക്കാമെന്ന് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ന്യൂട്രിയൻസിന്റെ ചാർട്ട് നോക്കുമ്പോൾ ഇത് നൈട്രജൻ ഒരു 5%, ഫോസ്ഫറസ് പെന്റാക്സൈഡ് ഒരു 5%, പൊട്ടാസ്യം ഓക്സൈഡ് ഫോമിൽ 45%, ഇത്രയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 0.5% മോയ്സ്ചർ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ലേബലിൽ നമ്മൾ നോക്കുമ്പോൾ ബയോസ്റ്റിമുലന്റ്, അതേപോലെ ഇതിന്റെ മൈക്രോ ന്യൂട്രിയൻസിന്റെ ഒക്കെ ഒരു ഇതുണ്ടെന്നാണ്. അതായത് അതിന്റെ റിസൾട്ട് കൂട്ടാനായിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് നമുക്കിത് പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാം. നമ്മൾ അടിച്ചതിനെ മിച്ചം ഇരിക്കുന്നതാണിത്. അപ്പോൾ അതിൽ നമ്മൾ ഇതിങ്ങനെ എടുത്ത് പൊട്ടിച്ച് നമ്മൾ കവർ ചെയ്യുന്ന ഈ പാത്രത്തിലൂടെ ഇടുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സ്മെല്ലും, അതേപോലെ നമ്മുടെ മൂക്കിലോട്ട് കയറി വന്ന് നമുക്ക് മൂക്കിനകത്ത് ഒരു കീറുന്ന ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഇതുണ്ട്. ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്. ഈ അമിനോ ആസിഡിന്റെ പോലെ ഒരു സ്മെല്ലാണ് ഈ പ്രൊഡക്റ്റിന്. പിന്നെ നമ്മളിത് എടുത്തിടുമ്പോൾ, നമ്മൾ ഇട്ട് വെച്ചപ്പോൾ ഇതിന് ശരിക്കും നല്ല വൈറ്റ് കളറായിരുന്നു. കുറച്ച് ഈർപ്പം അടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് അതിന് പുറമെ ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ആ ഒരു അമിനോ ആസിഡോ അങ്ങനെ എന്തോ ഒന്ന് ആഡ് ചെയ്തിട്ട്, ഒരു ബയോസ്റ്റിമുലന്റ് ആഡ് ചെയ്തിട്ടാണ് നമ്മളൊരു വിശ്വാസം, നമ്മുടെ ഒരു പ്രഡിക്ഷൻ ആണ് കേട്ടോ. അത് നമ്മൾ കലക്കുമ്പോൾ ഇത് വൈറ്റ് കളറാണ്. ഇത് കലക്കുമ്പോൾ പെട്ടെന്ന് ഒരു അമിനോ ആസിഡ് ഒക്കെ കലക്കുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഉജാലയുടെ സോപ്പ് പൊടിക്കകത്ത് കാണാൻ കഴിയുന്ന ഒരു ചെറിയ ചെറിയ നീല ബബിൾസ് ഇതിനകത്ത് കിടക്കുന്നതാണ്, നീലയും കറുപ്പും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ എടുത്ത് കുറച്ച് നേരം ചെറിയ ഈർപ്പത്തിൽ വെക്കുകയാണെങ്കിൽ ആ നീല കളർ നമുക്ക് തെളിഞ്ഞു വരുന്നതാണ്. ഈ സൈഡിൽ കൂടെ ഒക്കെ ചെറുതായിട്ട്. അത് ഈ മൈക്രോ ന്യൂട്രിയൻസിന്റെ എലമെന്റ്സ് ആണ്. ശരിക്കും ഇതിന്റെ ഒരു കോമ്പിനേഷൻ ഈ 5:5:45 കൂടാതെ ചെറിയ തോതിലുള്ള ബയോസ്റ്റിമുലന്റുകളും മൈക്രോ ന്യൂട്രിയൻസും ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു റിസൾട്ട് കിട്ടുന്നത്. ഇതിനകത്ത് പിന്നെ കമ്പനി പറയുന്നൊരു അവരുടെ അവകാശവാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് 100% ഹെവി മെറ്റൽ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പ്രേയും ഡ്രെഞ്ചും ചെയ്യാമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് മഴക്കാലങ്ങളിൽ എത്ര മഴയുള്ളപ്പോൾ കൊടുത്താൽ അഴുകലോ മറ്റു ഫംഗൽ ഡിസീസോ ഒന്നും വരില്ലെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ആ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് നൈട്രജൻ ഇത്രയും കുറച്ച് കൊടുത്തിരിക്കുന്നൊക്കെയാണ് കമ്പനിയുടെ ഒരു ക്ലെയിമിൽ പറയുന്നത്. അപ്പോൾ നമുക്കത് കാഴ്ചയിൽ തന്നെ നമുക്ക് മഴക്കാലത്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു കോംബോ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നൈട്രജൻ 5% ഉള്ളൂ. നമ്മൾ 1/2 കിലോ ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 2.5% നൈട്രജനെ ചെടിക്ക് അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ വളരെ ചെറിയ അളവിലാണ് നൈട്രജൻ അവൈലബിൾ ആവുന്നത്. ഫോസ്ഫറസ് അതുപോലെ തന്നെയാണ്. പൊട്ടാഷ് അത്യാവശ്യം നല്ലപോലെ കിട്ടുന്നുണ്ട്.
അങ്ങനെ ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മൾ അടിച്ചു നോക്കിയാൽ നമുക്ക് നല്ല കിട്ടുന്ന റിസൾട്ട് കിട്ടിയ ഒരു കോമ്പിനേഷനാണ്. അപ്പം നിങ്ങൾ അടിച്ചു നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന പ്രോഡക്റ്റുകൾ നല്ലതാണോ ഇല്ലയോ എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഡക്റ്റിനെ നമ്മൾ അടിച്ചു നോക്കിയിട്ട് ഇപ്പോഴും നല്ലതാണെന്ന് പറയുന്നതിൽ വലിയ ലോജിക്കൊന്നുമില്ല. അപ്പം നമ്മൾ നല്ലതാണെന്ന് പറയുന്നത് മറ്റൊരാൾ മോശമാണെന്ന് പറയുന്നതിലും തെറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് കിട്ടുന്ന റിസൾട്ടാണ് അവരവർ പറയുന്നത്. അപ്പം നമ്മുടെ ഒരു കോൺഫിഡൻസ് നമുക്ക് ചെയ്ത് നോക്കിയ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് നല്ലതാണെന്ന് തോന്നിയിട്ട് നമ്മൾ നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ മറ്റാർക്കെങ്കിലും ഇതിൽ നെഗറ്റീവ് റിവ്യൂ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പറയണം. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മളറിയാം, കോർട്ടിവ എന്ന് പറഞ്ഞ ബ്രാൻഡ് എപ്പോഴും പ്രീമിയം പ്രോഡക്റ്റുകൾ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്. അവർക്ക് നമ്മുടെ ഡെലിഗേറ്റ് നോക്കിയാൽ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. നമ്മളെ ഫംഗി സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഗലീലിയോ സെൻസൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അതേപോലെ നെമറ്റി സൈഡിലോട്ട് നോക്കിയാൽ സാലിബ്രോ നല്ല കോസ്റ്റ്ലി ആയിട്ടാണ്. അങ്ങനെ പ്രീമിയം പ്രോഡക്റ്റ് എടുക്കുന്നതിൽ നിന്ന് ഒരു പ്രീമിയം പ്രോഡക്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഹാർവെസ്റ്റ് മോർ എന്ന് പറയുന്നത്. ഏകദേശം 1 കിലോയ്ക്ക് 350 രൂപ മുടക്കുള്ളൂ. നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ 1 കിലോ ഡോസേജ്, ട്രെഞ്ച് ചെയ്യുകയാണെങ്കിൽ 1/2 കിലോ ഡോസേജ് ആണ് കമ്പനി പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പം ഇത് കോർട്ടിവയുടെ ഒരു പുതിയ ഉദ്യമമാണ് ഫെർട്ടിലൈസർ സെഗ്മെന്റ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല. നമ്മൾ ഒരു ഫെർട്ടിലൈസർ ഇപ്പം നമ്മളൊരു ഫംഗിസൈഡ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ മെറ്റലാക്സിലോ സിഒസിയോ ബോർഡോ ഒക്കെ കൊടുത്ത് ചെടി ഒരു അറസ്റ്റിലോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ സാധനം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം നമുക്ക് നല്ല അറസ്റ്റൊക്കെ മാറി നല്ല രീതിയിൽ കായ് സെറ്റിങ്സിലോട്ട് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു കോമ്പിനേഷനാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം നമ്മളത് തന്നെയല്ല കൊടുത്തത്, നമ്മൾ ട്രയൽ എടുത്തപ്പോൾ ഇത് തന്നെയല്ല ട്രയൽ എടുത്തത്, നമ്മൾ സ്പ്രേ ചെയ്തപ്പോൾ ഇത് തന്നെയല്ല സ്പ്രേ ചെയ്തത്. എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനാണ്, ഒരു അമിനോ ആസിഡ് കൊണ്ട് കൂട്ടി. ഇത് പുതിയ പ്രോഡക്റ്റാണ്, നാഗാർജുനയുടെ അമിനോ പ്ലസ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ്. ഇത് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം. നമുക്ക് ശരിക്കും ഇതൊരു നമ്മുടെ എന്താ പറയുക വലാഗ്രോയുടെ മെഗാഫോളിൻ്റെ ഒക്കെ ഒരു സ്മെല്ലും അത്രയും തിക്കായിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല, കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. അതിനൊക്കെ അവർ പറയുന്നത് ഇത് ഫുള്ള് പ്ലാന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു അമിനോ ആസിഡാണ്, പ്ലാന്റിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന അമിനോ ആസിഡ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്ട്രക്ചർ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ശരിക്കും ഇതിനകത്ത് അമിനോ ആസിഡ് പ്ലസ് പ്രോട്ടീൻ ആണ് വന്നത്. പ്രോട്ടീൻ ഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു ഇതാണ്, അമിനോ ആസിഡ് പ്ലസ് പ്രോട്ടീൻ വരുന്ന കോമ്പിനേഷനാണ്. ഇതിൽ അവർ അവകാശപ്പെടുന്നത് ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്, ചെടിയുടെ ഹെൽത്ത്, ഓവറോൾ ഹെൽത്ത് നന്നാക്കും, അതേപോലെ നല്ലപോലെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് കിട്ടും, ഇൻക്രീസിങ് നമ്പർ ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ എണ്ണം കൂട്ടും, അതേപോലെ ഫ്ലവർ ഡ്രോപ്പ്, കായ് സെറ്റിങ്സ് അല്ലെങ്കിൽ നമ്മൾ മഞ്ഞപ്പിഞ്ഞ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കുറയ്ക്കാൻ ശേഷിയുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നാണ് ഒരു ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി തന്നെ നമ്മൾ കണ്ടെത്തേണ്ടതാണ്. എന്തായാലും നമുക്കിത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഫ്ലവറിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ആ ഫ്ലവറിങ്ങിൻ്റെ ആ സെറ്റിങ്സിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം. അങ്ങനെ ഒരു പ്രോഡക്റ്റാണിത്. അത്യാവശ്യം നല്ല, നമുക്ക് ഏകദേശം നമ്മുടെ ഇസാബിയോണിൻ്റെ ഒക്കെ ഒരു സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയാം. നമ്മളിപ്പം പുതിയ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക, അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഭിപ്രായം നമ്മൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമുക്കറിയാം ഫെറ്റിസിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ടാണ്, അല്ലെങ്കിൽ നാഗാർജുനയുടെ പ്രോഡക്റ്റുകൾ എന്നും പറയാം, അത്യാവശ്യം നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റുകളാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഒന്ന് പ്ലാൻ ബേസ്ഡ് ആണെന്ന് പറഞ്ഞു, രണ്ടാമത് ഫാസ്റ്റ് അബ്സോർപ്ഷൻ ആണെന്ന് പറഞ്ഞു, പിന്നെ ഫ്ലവറിങ് നല്ല രീതിയിൽ ഫ്ലവറിങ്, നല്ല സൈസുള്ള ഫ്ലവറിങ് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ യൂണിഫോം ആയിട്ട് കായ് സെറ്റിങ്സ് ഉണ്ടാകും, ഡ്രോപ്പിങ്സ് കുറയ്ക്കുന്നൊക്കെ പറയുന്നതിനൊപ്പം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അമിനോ ആസിഡാണ്. ഈ സെഗ്മെന്റ് വരുന്നതിൽ ഈ അമിനോ പ്ലസ് പ്രോട്ടീൻ വരുന്നതിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. നമുക്കൊരു പ്ലാന്റർ പ്രൈസ് തന്നെ ഒരു 750 രൂപ റേഞ്ചിലേ ഉള്ളൂ വരുന്നത്. ഇതിൻ്റെ MRP നോക്കുമ്പോൾ ഏകദേശം 850 രൂപ MRP ആണ് വന്നിരിക്കുന്നത്, 750 രൂപ സെല്ലിംഗ് പ്രൈസുമാണ്. അങ്ങനെ ഒരു പ്രോഡക്റ്റാണ്. 300 ml ആണ് ഡോസേജ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു പ്രോഡക്റ്റാണ്. നമ്മൾ ഉപയോഗിച്ച് നോക്കുന്നത് നല്ലൊരു ഫ്ലവറിങ്ങും നല്ലൊരു നല്ല സൈസൊക്കെ കിട്ടിയ പോലെ തോന്നുന്നുണ്ട് നമ്മൾ ഈ രണ്ട് കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കണം നമ്മൾ പറയുന്നില്ല. നമുക്ക് ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്കിതൊരു 1 കിലോ ഹാർവെസ്റ്റ് മോറും ഒരു 300 മില്ലി അമിനോ ആസിഡും കൂടെ കൂട്ടി നമുക്കൊരു സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്ലവറിങ്ങും കായ് സെറ്റിങ്സിലോടൊക്കെ ചെടി വരുന്നുണ്ട്. പിന്നെ വലിയ ബഡ്ജറ്റും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് ആഗ്രഹം ട്രൈ ചെയ്ത് നോക്കുക. നല്ല പ്രോഡക്റ്റ്, നമ്മുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് നല്ല പ്രോഡക്റ്റാണ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കിയവർക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീഡിയോകളും താഴെ പലരും ഭയങ്കര മോശമായിട്ടൊക്കെ കമൻറ്റ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നും ആരും അത് ചെയ്യാതിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന സാധനങ്ങൾക്ക് റിസൾട്ട് ഇല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ പറയണം. അപ്പോഴാണ് നമുക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഫീൽഡിൻ്റെ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും ഫോട്ടോ ഒക്കെ നമ്മളിതിൽ ആഡ് ചെയ്തേക്കാം. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട പ്രോഡക്റ്റുകൾ തന്നെയാണ്. ഇത്രയൊക്കെ പറയുന്നത് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി.